ഭാര്യൻ്റെ അടുത്ത് വെച്ച് നിനക്ക് ഭർത്താവ് വേണം നിൻ്റെ വീട്ടുകാർ വേണമെന്ന് ചോദിച്ച് എൻ്റെ അളിയൻ ചോദിച്ച്. അപ്പോൾ ഇവള് പറഞ്ഞ് പിന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അളിയൻ എൻ്റെ അടുത്ത് എനിക്ക് നിനക്ക് നിൻ്റെ ഭാര്യ വേണ്ടാന്ന് പറയുന്നുണ്ട്, പിന്നെ എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് സംസാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ പോകുന്ന ഭാര്യ അവരോട് പറഞ്ഞ് പിന്നെ രണ്ടാളും കൂടി വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ സ്വർണം അന്നേരം 26 പവൻ്റെ കണക്ക് പറഞ്ഞില്ല, 50 പവനായിരുന്നു ഭാര്യ പറഞ്ഞത്. എൻ്റെ 50 പവൻ്റെ സ്വർണം ഇവരെ ഏട്ടനാണ് നശിപ്പിച്ചത്. പിന്നെ നശിപ്പിച്ചു. പിന്നെ എന്നെ ഏത് സമയത്തും എന്നെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എന്നെ ഭയങ്കര അടിയും പിടിയായിട്ട് പിന്നെ ഉണ്ടായി. പിന്നെ പോരാത്തത് ഞാനും എൻ്റെ പെങ്ങളും കൂടി ബെഡ്റൂമിൽ വെച്ചിട്ട് പിന്നെ ബെഡ്റൂമിൽ വെച്ചിട്ട് കാണാൻ പറ്റാത്തത് അവൾ കണ്ടു. അതിലവൾ ബോധം കെട്ട് വീണെന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് നിൻ്റെ വഴി, എൻ്റെ മോൾക്ക് ഞങ്ങളെ വഴി, ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ, ഞങ്ങൾക്ക് ഞാൻ എന്താ പേടിക്കാനുള്ളതെന്ന് ചോദിച്ച്. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ച്. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നീ ഇവിടെ വന്നിട്ട് സെറ്റിലായിട്ട് ഇരിക്കാനപ്പോൾ നീ ഇരിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ തന്തി നല്ല ഒറ്റയ്ക്ക് തന്നെയാണല്ലോ, നിനക്ക് അവർക്ക് എപ്പോഴും ചെലവിന് കൊടുത്താൽ മതിയല്ലോ, നിൻ്റെ ഏട്ടനുണ്ടല്ലോ. സാറ് പറഞ്ഞു ഈ അവർ പറഞ്ഞ ഡിമാൻഡിൽ നിന്ന് തയ്യാറല്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടിടുന്നു പറഞ്ഞു. എന്താ കുറ്റം ചെയ്തത്? അപ്പം ഞാൻ ചോദിച്ചു സാറേ ഞാൻ കൊലപാതകം ഞാൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, ഞാനിപ്പോഴും ഞാൻ ഡൈവേഴ്സിന് സമ്മതമല്ല, എൻ്റെ കൂടെ വരികയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും നിറഞ്ഞ മനസ്സോടെ ഞാൻ വിളിച്ചു കൊണ്ടുപോകും. അല്ല, നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല ഈ വക്കീൽ പെരുമാറുന്നെന്ന് വെച്ചാലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വക്കാലത്ത് ഉപേക്ഷിച്ചുകൂടാ? നിങ്ങൾ ഇത്രയും സ്വർണ്ണമോ പണമോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, അപ്പോഴാ വക്കീൽ കമ്പനി ചെയ്യുന്നു, നിങ്ങൾ അത് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ ഇന്ന ഭവിഷ്യത്തുകൾ ഉണ്ടാവും. മ്യൂച്വൽ ഡൈവോഴ്സിന് കമ്പനി ചെയ്യുന്നു, നിങ്ങൾ ഡൈവോഴ്സ് ഒട്ടും ആവശ്യപ്പെടുന്ന മനുഷ്യനല്ല. അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ടാണ് നിങ്ങളുടെ വക്കീൽ പെരുമാറുന്നത്. അപ്പോഴും നിങ്ങൾ ആ വക്കീലിനെ ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്? ലാസ്റ്റ് ഘട്ടമാണ് സാറേ പറഞ്ഞത്. കൗൺസിലിംഗ് നടന്നോ? കൗൺസിലിംഗ് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കുടുംബ കോടതിയിൽ കേസ്. അല്ല, കൗൺസിലിംഗ് എവിടെ നടന്നു? കുടുംബ കോടതിയിൽ വെച്ചിട്ട്. കുടുംബ കോടതിയിൽ അവിടെ ഒരു കൗൺസിലർ കൗൺസിലർ വിളിച്ച് നിങ്ങളെ രണ്ടുപേരെയും ചോദിച്ചു. എന്ത് പറഞ്ഞു അന്നേരം? അന്നേരം പറഞ്ഞതാണ് ഞാൻ കുട്ടാട്ടനെ വിളിക്കാം, കുട്ടാട്ടൻ്റെ കൂടെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോകും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ സ്വർണം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഏത് സമയം അടിയാണ്. അപ്പം 50 പവൻ്റെ സ്വർണം എൻ്റെ അയ്യപ്പസ്വാമിനെ പിടിച്ച സത്യം എന്ന് പറഞ്ഞിട്ട് മൂപ്പത്തേര് കരഞ്ഞു പറഞ്ഞു അവിടുന്ന്. എൻ്റെ 50 പവൻ്റെ സ്വർണം എൻ്റെ ഏട്ടൻ്റെ ഭാര്യയും കൂടി നശിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ സാറ് അത് പിന്നെ അവരത്ത് പറഞ്ഞു ഇവരും ഇവരെ പെങ്ങളും കൂടി ഞാൻ ബെഡ്റൂമിൽ വെച്ചിട്ട് കണ്ടു, അല്ലെങ്കിൽ ഞാൻ മാനസികമായി ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞു. ഈ കൗൺസിലിംഗിന്റെ സമയത്തും നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ശാരീരിക ബന്ധം ഉണ്ടായി? പറഞ്ഞു മാഡം പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കേസ് ഇപ്പോൾ ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കേസൊന്നും വേണ്ട, ഭാര്യ എൻ്റെ കൂടെ വരിച്ച പോകുമെന്ന് പറഞ്ഞു. ഇല്ല, ഇവർക്ക് എന്നിട്ട് അന്നേരം ഇവർ അവിടെ പോയിട്ട് ഒപ്പിട്ടു കേസ് നടത്താൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് ഞാൻ സുമൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഇതിൻ്റെ ആവശ്യം, വെറുതെ പെങ്ങളിനെയും പിന്നെ ഉള്ള കുടുംബക്കാരനെയും എല്ലാവരും ഇങ്ങനെ വിട്ടുവീഴ്ച ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇല്ല, എൻ്റെ വക്കീൽ പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് വിജയിക്കുകയാണെങ്കിൽ ഇങ്ങനെയെല്ലാം പറയണമെന്ന് ആ വക്കീൽ പറഞ്ഞു. ധന്യാസുഗന്ധം പറഞ്ഞത്. എന്നിട്ട് നമ്മളെ വക്കീൽ പറഞ്ഞു ആ വക്കീലിനോട് കളിക്കാൻ പറ്റൂല, ആ വക്കീല് പിന്നെ കേസ് എല്ലാം എന്ത് പറഞ്ഞാലും കോടതി ഈ വക്കീലന്മാർ രണ്ടുപേരും വളരെ വിദഗ്ധമായിട്ട് പല കേസിലും കണ്ടിട്ടുണ്ട്. 5 പവൻ കൊടുത്തേച്ച് 500 പവൻ കൊടുത്തെന്ന് എഴുതുന്ന കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മാഡം, ഷാബുവിന്റെ അമ്മയും സഹോദരനും പെങ്ങളുടെ ഭർത്താവും വന്നിട്ടുണ്ട്. ഷൈജുവും സുനിലും നിങ്ങൾ രണ്ടുപേരും കുടുംബസ്ഥരാണ്, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് താമസിക്കുന്നവരാ. ഇദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ പെരുമാറ്റങ്ങളെല്ലാം സാധാരണ ഒരു രീതിയിലല്ല. ഇവർ തങ്ങളിൽ യാതൊരു തരത്തിലും സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു ഒക്കെയാണ്. അതല്ലാതെ ഒരു കുടുംബജീവിതം ഇവർ നയിച്ചിട്ടില്ല. അപ്പോഴൊക്കെ ആ പെൺകുട്ടിക്ക് എന്തോ വയറുവേദനയാണെന്നും പറഞ്ഞിരിക്കണം. അത് നിങ്ങളൊന്നും ആരുമായിട്ടും ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ദഹിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം അവർ തന്നെ ആ പെൺകുട്ടി തന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ ഒരു നിശ്ചയത്തിന് മുൻപ് തന്നെ സംസാരിക്കുകയും വരണമെന്ന് പറയുകയും അവിടെ വെച്ച് കാണണമെന്ന് പറയുക. അപ്പം അതൊരു താല്പര്യപ്പെട്ടൊരു കല്യാണം നടത്തിയിട്ട് എന്തുകൊണ്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിന്നതിൻ്റെ അന്ന് മുതൽ ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിക്കത്തില്ല. അതിന് അവർക്ക് താല്പര്യമില്ല. അതെന്തായിരിക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ പ്രശ്നങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവര് ജോലിക്ക് കൊണ്ടാക്കിയതാണ് പ്രശ്നം തുടങ്ങിയത്. കല്യാണത്തിൻ്റെ അന്ന് തന്നെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ശേഷവും ജോലിക്ക് പോകണമെന്ന് സുമ എന്നും പറയാറുണ്ട്. അപ്പം ഞാനിവനോട് പറയും ജോലി പോകണ്ട, അത് ശരിയാവൂല, പറഞ്ഞാൽ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് പ്രായ ചക്കന്മാരാണല്ലോ, നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ ഈ ജോലിക്ക് കൊണ്ടുആക്കിയതാണ് പ്രശ്നമായത്. അതിന് ഈ ജോലി തടസ്സമാവുന്നത് ഇവർക്ക് മക്കളുണ്ടായാൽ ജോലിക്ക് തടസ്സമാവുന്നു. അങ്ങനെ മക്കൾ വേണ്ടെന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു തീരുമാനമാണ്. ഇതാരും അറിയുന്നില്ല. കൊണ്ടുപോയിട്ട് ജോലി കൊണ്ടുപോയി അവളവിടെ ജോലിക്ക് ജോയിൻ ചെയ്തു വേറെ കമ്പനിയിൽ. അവിടെ നിന്ന് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ കുട്ടൻ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിന്നെ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് വരാൻ താല്പര്യമില്ല. നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നു, അച്ഛൻ വരാൻ പറയുന്നു, അമ്മ വരാൻ പറയുന്നു, പെങ്ങന്മാർ വരാൻ പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ടുമില്ല. കുറെ അബദ്ധങ്ങൾ കുട്ടനും പറ്റിപ്പോയി. ഈ സ്വർണവും ഈ കല്യാണ ആൽബവും നിശ്ചയത്തിന്റെ മോതിരവും ഇതെല്ലാം കല്യാണ സാരി വരെ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ പോലും ഒരു മനുഷ്യന് തോന്നുന്നത് ഇതെന്തിനാ പുതിയതായിട്ട് കല്യാണ സാരി എന്ന് പറഞ്ഞ അമ്മ അറിഞ്ഞില്ലേ ഈ കല്യാണ സാരിയൊക്കെ എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോ? അപ്പൊ ഞാൻ സമ്മതിച്ചില്ല, അത് കൊണ്ടുപോകാൻ സമയമില്ല. കേസറ്റ് കല്യാണമാണമ്മ അവിടെ. അപ്പൊ സുമ കൊണ്ടുപോകാൻ പറഞ്ഞ് എന്നാ സെറ്റ് കൊണ്ടുപോയിക്കോ, കല്യാണം കേസറ്റില്ലേ കൊണ്ടുപോയിക്കോ പറഞ്ഞ്. പിന്നെ അവള് ലാസ്റ്റ് പറഞ്ഞ് എനിക്ക് വരുമ്പോ 2-3 ചുരിദാർ എടുക്കണം പറഞ്ഞു. ഈ 2 ജോഡി വെച്ച് ചുരിദാർ എടുത്തു, ഒരു ഉടുപ്പെടുത്തു. പിന്നെ എനിക്ക് ബാഗ് വേണം പറഞ്ഞ ബാഗ് എടുത്ത്, ചെരുപ്പ് വേണം പറഞ്ഞ 2 ജോഡി ചെരുപ്പ് എടുത്തൊക്കെ ഞാൻ മേടിപ്പിച്ചു കൊടുത്താണ്. എല്ലാം മേടിച്ച മോനെ അവളവിടെയല്ലേ എന്ന് പറഞ്ഞ് അയച്ച്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ് കല്യാണ സാരി വേണം പറഞ്ഞു. അപ്പോൾ അതിൽ ലേസം ഞാൻ ഇവനോട് ഇത്തിരി ചാടി, വേണ്ട മോനെ എന്ത് കളി കളിച്ചാലും അത് കൊണ്ടുപോകാൻ പാടില്ല, അത് നമുക്കിവിടെ വെക്കേണ്ടതാണ് പറഞ്ഞു. കുട്ടി വരാണ്ടായപ്പോൾ എനിക്ക് മനസ്സിലേക്കൊരു വിഷമം. എന്നാൽ ശരി, എനിക്കിവിടെ വയനാട്ടിൽ ആരുമില്ല, അപ്പോൾ ഞൊക്കെ പാലക്കാടാണ്, എൻ്റെ നാടും ഇവിടെയൊക്കെ പാലക്കാടാണ്. എന്നാൽ ശരി എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അനിയത്തിമാർ അടുത്തിമാർ എല്ലാവരും ഞങ്ങൾ ഒന്നായി പോയി എന്നാൽ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോയപ്പോൾ അവളോട് വർത്തമാനം പറയാൻ അമ്മ സമ്മതിക്കാനില്ല. ചായയൊക്കെ തന്നു, ചായയും ബേക്കറിയൊക്കെ വെച്ച് തന്നു. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞ കുട്ടി ഒന്നും മിണ്ടുള്ള അവള്. അപ്പോൾ അമ്മയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചെന്താ മോളെ മിണ്ടാത്ത ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം, അമ്മനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഷാബു പറഞ്ഞത് കേട്ടപ്പം വളരെ സ്നേഹമായിട്ടും വളരെ പദമായിട്ടും സംസാരിക്കുന്ന ആളായിരുന്നു. അത്ര സ്നേഹമായിട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇവര് പോയപ്പോൾ കേട്ടത് ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഇയാളൊരു കല്യാണം കഴിച്ചോ എന്ന് തോന്നത്തക്ക രീതിയിൽ അത്ര മോശപ്പെട്ട, അവരെ ഓടിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. കേസിനാണെങ്കിൽ നിങ്ങൾ ഒരു പൈസ കൊടുക്കണ്ട. ലെറ്റ് ദം പ്രൂവ് ബിഫോർ കോർട്ട്. അവർ ഇത്രയും സ്വർണ്ണോ പണമോ കൊടുത്തിട്ടുണ്ടെന്ന് കോടതി മുമ്പാകെ തെളിവ് ഹാജരാക്കട്ടെ. ഇതിനകത്ത് എത്രയോ സ്വർണ്ണം എഴുതിയേക്കുന്നത്? ഈ ആൽബം നോക്ക്, എത്ര സ്വർണ്ണമുണ്ട്. ഇത് പറയുന്നതായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടോ? ഒന്നുമില്ലത്. നമുക്കതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം നമ്മൾ ഒരു വീശം പൊന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സിലാവും അതിനകത്ത് എത്ര പവൻ കാണും എല്ലാം കൂടെ എന്നുള്ളത്. ആ പെൺകുട്ടിയുടെ വരുമാനം കൊണ്ടാണ്, അച്ഛനും അമ്മയ്ക്കും വരുമാനമില്ല. ഈ ജോലിക്ക് പോകുന്ന 2 പെൺകുട്ടികളെയും ഇവരവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി പോയി ഭർത്താവിനോടൊത്ത് താമസിക്കുന്നുണ്ട്. അല്ലാത്ത 2 പെൺപിള്ളേരെ ഇവർ വീട്ടിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഈ താരതമ്യേന സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പയ്യനൊരു പാവം പയ്യനാണ്, ആ പെണ്ണിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അവനെ പാലക്കാട് വിളിച്ചുകൊണ്ട് താമസിക്കും. അപ്പോൾ ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന പൈസ ഇവിടെ കിട്ടും. ഇയാൾ അച്ഛനും അമ്മയ്ക്കും ഒരു ചെറിയ തുക അങ്ങോട്ട് കൊടുത്താൽ മതി മാസം. അതിന് സമ്മതിക്കാത്തത് കൊണ്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ടത് ഈ അമ്മയുടെ ഒരു പദ്ധതിയാണിത് മുഴുവൻ. ഹൗ ടു എക്സ്ട്രാക്ട് മണി. സത്യത്തില് സുമ പ്ലാൻ ചെയ്തതല്ല എന്നാ എൻ്റെ ഒരു വിശ്വാസം. സുമയുടെ അമ്മ ഇവൻ 1 മാസത്തിന് ശേഷം കൊണ്ടാക്കിയപ്പോൾ ഞാൻ സുമനെ വിളിച്ചു. ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്തിനാ സുമ എങ്ങനെ സംസാരിക്കുന്നത് വെച്ചപ്പോൾ എന്നെ എന്തിനാ ജോലി കൊണ്ടാക്കിയത്, ജോലി അങ്ങനെ പെട്ടെന്ന് നിർത്തി എനിക്ക് വരാൻ കഴിയില്ല. അമ്മ വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് വിളിക്കാൻ പോയല്ലോ. അപ്പോൾ ഇവന് 2 ആഴ്ച ലീവ് എടുത്ത് വരാനാണ് പറഞ്ഞത്. എന്നിട്ടാണ് പിന്നെ ജോലി വേണ്ടെന്നൊക്കെ വെക്കാൻ പറഞ്ഞത്. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ സംസാര വിഷയമായി പോയി. അപ്പോൾ അവർ ജോലി കൊണ്ടാക്കിയത് ഇവൻ ചെയ്തൊരു തെറ്റ്. മാഡം ഇപ്പം കല്യാണം നടത്തിച്ചവരിൽ കുറച്ച് ആൾക്കാർ വന്നു. നമസ്കാരം, രണ്ടുപേരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തണം. അതെ, രവിയൻ എൻ്റെ പേര്. താങ്കളാണ് ഈ കല്യാണം നടത്തി കൊടുത്തത്. എങ്ങനെ ബ്രോക്കർ സ്ഥാനത്ത് പോയത്? പരിചയക്കാരും ഒക്കെയാണ്. ഞാൻ ഇവർക്കൊരു കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒരു ബ്രോക്കറെ വെച്ചിട്ട് അവിടെ ഒന്ന് അന്വേഷിക്കാൻ പോയതാ. കൊണ്ടുപോയി നോക്കും 3 പെൺകുട്ടികൾ. അപ്പോൾ 2ാമത്തെ കുട്ടി എന്നോട് സംസാരിച്ചത് അവര്. അപ്പോൾ 2ാമത്തെ കുട്ടിൻ്റെ നിശ്ചയം കഴിയാൻ പോവുക. അപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പം തരില്ല പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 6 മാസം 1 വർഷം നീട്ടി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ഈ ബ്രോക്കറോട് പറഞ്ഞാക്കുകയും പറഞ്ഞു. പിന്നെ അവർ കുറേ കഴിഞ്ഞിട്ട് ഒരാഴ്ചൻ്റെ ക്യാപ്പ് കഴിഞ്ഞിട്ട് ബ്രോക്കറോട് പറഞ്ഞാച്ചു. ശരി എന്നാൽ ഞങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് അയക്കാം, ഞങ്ങൾ പോയി പയ്യൻ്റെ വീടൊക്കെ കണ്ടുവന്നിട്ട് പറയാൻ പറഞ്ഞു. ചെക്കൻ്റെ വീട് കാണാൻ വന്ന് ഇറങ്ങി പോവാണ് സമയത്ത് എന്നോട് പറഞ്ഞ് വിളിച്ചിട്ട്
ബ്രോക്കറോടും എന്നോടും പറഞ്ഞു ഇന്ന പോലെ 5 പൈസ തരാനില്ല, ഒരു സ്വർണ്ണമായിട്ട് കുട്ടിക്ക് തരാനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്, ആ സമയത്ത് എന്താ ഉള്ളത് അത് കാണും, അതിലൊന്നും നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോക്കറോട് ഇന്ന പോലെ പയ്യൻ്റെ വീട്ടുകാർ 5 പൈസ ചോദിച്ചിട്ടുമില്ല, അവർ ഇന്ന സ്വർണം വേണമെന്നോ ഇന്ന് ഇത്ര പണം വേണമെന്നോ അവർ ചോദിച്ചില്ല. പെൺകുട്ടി വന്ന സ്വഭാവം നല്ലത്, പെരുമാറാൻ പറ്റിയത്, ചെറിയ പയ്യനുമാണ്, അവിടെ കുടുംബത്തിൽ ഭാരവും ഇല്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് വാസു. ഷാബുവിൻ്റെ ചെറിയച്ഛനാണ്, ക്ഷേത്ര കമ്മിറ്റി മെമ്പറാണ്, മേപ്പാടി ക്ഷേത്ര കമ്മിറ്റി മെമ്പർ. ഞങ്ങൾ ഇവിടെ നിശ്ചയത്തിന് ഞങ്ങൾ പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ നിശ്ചയത്തിന് പോയപ്പോൾ ഞങ്ങൾ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരും പോയി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കുട്ടിക്ക് ഡേറ്റ് മാത്രം ഫിക്സ് ചെയ്തു, കല്യാണം അവിടെ വെച്ച് നടത്തി. പിന്നെ കല്യാണത്തിന് അതേമാതിരി ഞങ്ങളെല്ലാവരും പോയിരുന്നു. പിന്നെ അവിടുത്തെ കല്യാണമൊക്കെ ഭംഗി നടത്തി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നു, പിന്നെ ഒരു വിരുന്ന് പോയി. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കാലം കുറഞ്ഞ ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് ശേഷം കുട്ടി പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ഞങ്ങൾ ഇവരൊന്നും പറയണ്ട, എങ്ങനെയാണ് സംഭവിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതേസമയത്ത് കുറച്ച് രൂക്ഷമായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. സാധാരണഗതിയിൽ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരാളുടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞങ്ങൾ ഇത്രയും ദൂരത്ത് കുറച്ച് ആൾക്കാർ പോയതാണ്. അവിടെയുള്ള കുറേ പ്രായമുള്ള ആൾക്കാരെയും കൂടി കൂട്ടിപ്പോയി. അവിടെ പോകുമ്പോഴേക്ക് ശരിക്കും എന്താ വെച്ചാൽ വാളെടുത്ത് വരുന്ന മാതിരിയാണ്. പിന്നെ വളരെ മോശമായ സംസാരം. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളത് ഒഴിഞ്ഞു പറയാം. അപ്പോൾ അവിടെയുള്ള പ്രായമുള്ള കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെയല്ല, അവർ അത്രയും ദൂരത്ത് വന്നതല്ലേ, നമ്മൾ അങ്ങോട്ടും പറഞ്ഞൊരു കോംപ്രമൈസ് ആക്കിയിട്ട് നല്ല എനിക്ക് പോകാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണ്ടെന്നുള്ള ഒരു ഇതിൽ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. സുമയുടെ അച്ഛൻ്റെ കാര്യം ഇപ്പം സുനിൽ പറഞ്ഞു വെച്ച് കേൾക്കുമ്പം സ്വന്തമായിട്ട് ഒരഭിപ്രായം ഇല്ലാത്ത ഒരാൾ, പാവം ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരാൾ. ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങളിങ്ങനെ കമ്മിറ്റിക്കാരൊക്കെ പോയിട്ട് സംസാരിക്കും. അവിടെ ഒരു വഴക്കെന്ന് പറഞ്ഞാൽ വലിയ വഴക്കുണ്ടായിരുന്നു. അവർ തെറികൾ ഇങ്ങോട്ട് പറയാം, ഞങ്ങളത് കേൾക്കുക, ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ സ്ത്രീകളല്ലേ, ആ അച്ഛൻ ആ മൂലയ്ക്ക് മിണ്ടാതിരിക്കുക അല്ലാതെ ഒരു അച്ഛനും മിണ്ടുന്നില്ല. അപ്പോൾ യാതൊരു വ്യക്തിത്വം പുരുഷന്മാർക്ക് ഇല്ലാത്തൊരു വീട് അല്ല. ഇവിടുന്ന് ആൾക്കാർ പോകുമ്പോഴും അമ്മയും ആ ചേച്ചിയുടെ ഭർത്താവും, മൂത്ത ചേച്ചിയുടെ ഭർത്താവുമാണ് നിന്നും മോശമായ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ. മക്കൾക്കൊരു അബദ്ധം പറ്റിയാൽ പറഞ്ഞു കൊടുക്കേണ്ട അമ്മ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ആ അമ്മ പറഞ്ഞ എൻ്റെ മോള് പല ആൾക്കാരെയും കൂടി കയറി ഇറങ്ങും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഈ പ്രോഗ്രാം അവർ നിർബന്ധമായിട്ടും ആ കുട്ടി കാണും. കണ്ടു കഴിയുമ്പം അതിന് മാനസാന്തരം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾക്ക് പറ്റിയ ഒരു അമ്മളി നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അച്ഛനും അമ്മയും വയസ്സായ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു പല വട്ടം, നീ കൊണ്ടാക്കരുത്, അച്ഛനും അമ്മയും നോക്കാൻ എൻ്റെ ഭാര്യ ഉണ്ടാവുള്ളൂ, കെട്ടിക്കൊടുത്ത പെങ്ങൾ ഉണ്ടാവില്ല, മൂത്ത ആൾ വേറെ വീട് വെച്ച് താമസം മാറി. ഇവരൊന്നും കുറച്ച് പ്രായം വന്നല്ലോ, തനതായ സ്വഭാവങ്ങൾ, അവരെ തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രായമായി. അപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല, കൊണ്ടാക്കണ്ട, അത് ഇവരെ നോക്കാൻ ഇരിക്കട്ടെ. എന്തപ്പോൾ ഒരു ചെറിയ ജോലിയും ചെറിയ വരുമാനമൊക്കെ അല്ലേ ഉള്ളൂ, അതൊന്നും കിട്ടിയിട്ട് പോകാണ്ട് ഇവനെ ജീവിച്ചൂടെ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നുണ്ടല്ലോ, അതെന്നെ സന്തോഷമല്ലേ. പറഞ്ഞ കഴിഞ്ഞ് കേൾക്കില്ല. ഇവർ സ്വന്തമായ ഒരു തീരുമാനമാണ്, അത് ഇവർക്ക് പറ്റുന്ന ഒരു വലിയൊരു അബദ്ധമാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ അനിയന്മാരാണെങ്കിൽ ഞങ്ങൾ ഇവരെ കാണുന്നത് ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല. അത് മെയിൻ ഒരു പ്രശ്നമാണ്. അത് പ്രശ്നം തന്നെയാണ്. അത് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. കാരണം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും പറയുന്നില്ലല്ലോ. അനുസരിച്ചിരുന്നെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാകാൻ വരുന്നു. അത് ഈ കമ്മ്യൂണിക്കേഷൻ കുറവാണ് ഷാബു, അതാണ് ഷാബുവിന്റെ പ്രശ്നം. ആരോടും കാര്യങ്ങളൊന്നും പറയാതെ വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ അതിൽ നിന്നുണ്ടായ അബദ്ധങ്ങളാണ്. ഇത് ശരിയല്ലാഴികാൻ തോന്നുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും, അമ്മയോടോ അച്ഛനോടോ സഹോദരനോട് പറയാം, സുനിലിനോട് പറയാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കുന്ന വീട്ടിൽ വന്നു പോകുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ, അവരോട് പറഞ്ഞാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കൂട്ടുകാരുണ്ടായിരുന്നു, പക്ഷെ അവനോടൊന്നും പറഞ്ഞില്ല. ഇത് ആരും ഇവിടെ എന്തായാലും വരും, എൻ്റെ കൂടെ വരുമെന്ന് വിചാരിച്ചിട്ട് ഇത്ര ദിവസം വരെ. ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ ഇങ്ങനെ സുമ ഇങ്ങനെ പോയി എന്നാണ് ആ നാട്ടിൽ അറിയുന്നത്. എന്ത് ചോദിച്ചാൽ പറയും, ഞാൻ പറഞ്ഞു ജോലിക്ക് പോയതാണ്. ഇപ്പം നീ പോക്കില്ല, ഞാൻ പോക്കുണ്ട്, അവൾ വരും. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇത്തിരി ഇഷ്യൂ ആയതിനു ശേഷം ഇപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ രണ്ടാളും 2 വഴി. വീട്ടുകാരും തമ്മിൽ ഒരു കൊടുക്കില്ല, കുട്ടനും സുമയായിട്ടും ഒരു കൊടുക്കില്ല, ഞങ്ങൾ ആരുമായിട്ടും ഒരു കൊടുക്കില്ല. സുമേനെ നേരിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നല്ലതാണെങ്കിൽ ഇവന് കൊണ്ടുപോകാം. അതല്ലാതെ നമ്മളെ ആളില്ലാതെ നമ്മളിപ്പോ ആവശ്യപ്പെടുകയാണ്. അത് ആവശ്യപ്പെടുക കാരണം എന്ന് വെച്ചാൽ ഒരു ഭാഗം കേട്ടിട്ട് നമുക്കൊന്നും തീരുമാനം ഒന്നും പറയാൻ പറ്റൂല. പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവന് അപവാദങ്ങൾ പറഞ്ഞ് മാനവസ്ഥ ഇതുപോയി കുട്ടനാഥം കൊണ്ടാകെ ക്ഷമിക്കുന്നു. നിയമപാലകരായ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് ആ വക്കീലിനെ സംബന്ധിച്ചോളം വലിയൊരു അബദ്ധമാണ്. ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുന്ന അവസ്ഥയിൽ സുമ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ എനിക്ക് സുമനെ അവനെ കൂട്ടിയിരിക്കണം താല്പര്യമില്ല. നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട ആകെ 1-2 മാസമല്ലേ പരിചയപ്പെട്ടു. കണ്ണു തുറന്നിടമ്പോ കാണുന്ന അമ്മയും സഹോദരങ്ങളും അവരും ആ അന്തരീക്ഷവും അവിടെ പറയുന്നതിന് കൂടുതൽ വാല്യൂ ഉണ്ട്.
ഞാനായാലും അങ്ങനല്ലേ, എൻ്റെ വീട്ടുകാർ അവരുടെ വൈകാരികമായിട്ടുള്ള അവരുടെ കാര്യങ്ങളിൽ അതല്ലേ എനിക്ക് വലിയ കാര്യം. അതല്ലെങ്കിൽ മനസ്സിനകത്ത് അത്രയും ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും നമുക്ക് ജന്മനാ ഉണ്ടായിരിക്കണം. അയ്യോ ഞാനത് മഹാഭാവം പറയാൻ പാടില്ല, ഞാനത് പറയത്തില്ല, എനിക്ക് ഇഷ്ടമല്ലെന്ന് വേണമെങ്കിൽ പറയാം എന്ന് നമുക്ക് പറയാം. അതിപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. നമ്മുടെ ജീവിതത്തിൽ ഭാര്യൻ്റെ സ്ഥാനം എന്താണെന്നും ഭർത്താവിൻ്റെ സ്ഥാനം എന്താണെന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ 2 മാസക്കാലവും വയറുവേദന എടുത്ത ഒരു സ്ത്രീനെ ആശുപത്രി കൊണ്ടുപോകാൻ കൂട്ടാക്കായിരുന്നത്. പറയായിരുന്നത് ഇവരെ അബദ്ധം, അമ്മയുണ്ട് അവിടെ, അമ്മയില്ലാത്ത കുട്ടികളൊന്നല്ലാതെ. ഇന്നത്തെ അവസ്ഥയിൽ പറയാം ഇത് ഇവർക്ക് പറ്റിയ അബദ്ധമാണ്. സുനിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ. ഈ പല കാര്യങ്ങളെ ഒന്നും ആരെയും അറിയിക്കാതെ എല്ലാം അതിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നഷ്ടപ്പെടുത്തി. എന്തായാലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സുമ അത് കാണണം, സുമയുടെ വീട്ടുകാരും കാണണം. നമ്മളൊരു നാട്ടു നടപ്പനുസരിച്ചൊരു കഥ കേൾക്കുമ്പോൾ അതിനകത്തുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. അല്ല മാഡം, നമുക്ക് ഇപ്പൊ ഈ കേട്ടിടത്തോളം സുമയെ കുറിച്ച് ഒരു ചീത്ത അഭിപ്രായം ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ സുമ എന്ന് പറയുന്ന വ്യക്തി അവരുടെ അമ്മയുടെ സ്വാധീനത്തില് അല്ലെ ദുസ്വാധീനത്തില് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന എന്ന് കാണാനേ ഇപ്പം നമുക്ക് കഴിയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. മോഹങ്ങളായിട്ടായിരിക്കും പെൺകുട്ടികൾ കല്യാണത്തിന് വരിക. അതിനോട് യോജിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ സിനിമ സ്റ്റൈലിലൊക്കെ എന്നെ സ്നേഹിക്കുന്നില്ല, ഒരു സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല എന്നോട് പറയുന്നുണ്ട്. അല്ല അതൊന്നും വലിയ കാര്യമല്ല. അവർക്ക് പൂ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, സിനിമയ്ക്ക് കൊണ്ടുവന്നില്ല, അങ്ങനെയൊക്കെയുള്ള പരാതി ആ കുട്ടി പറയുന്നത്. ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടി ഒരു ഭർത്താവിൽ നിന്നും പ്രതീക്ഷിച്ച പെരുമാറ്റങ്ങളിലെ ചില സംഗതികൾ അതിലൊരു അതൃപ്തിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൽ നിന്ന് പ്രകടിപ്പിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒന്നാണല്ലോ സ്നേഹം. അതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രായവും പക്വതയൊക്കെ വേണം. അത് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞെങ്കിലല്ലേ അതിന് പരിഹാരം പറഞ്ഞു തരത്തുള്ളൂ. അപ്പൊ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ചെറിയ കൊച്ചു സംതോഷങ്ങൾ അതിനും അത്രയും പ്രായമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ പൂവിന്റെ കാര്യമൊക്കെ വലിയൊരു സംഭവമായിട്ട് പറയുന്നത്. പക്ഷെ അമ്മയാണ് പറയുന്നത്. അല്ല, ഈ കുട്ടി പറയാതെ അത് പറയില്ല. ചില കാര്യങ്ങള് ജനറൽ നോളജ് കുറവാണ്. ഒന്ന്, വീട്ടിൽ നിന്നും പഠിക്കണം കുറച്ച് നല്ല കാര്യങ്ങള് കുട്ടന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സ്നേഹം കിട്ടാതെ വളർന്നതിന്റെ ആയിരിക്കാൻ പറയാം. സുനിലിനോട് സുമ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു? പരാതി അല്ല, നമ്മളെ വീട്ടിലൊരു ദിവസം വിരുന്ന് വന്ന സമയത്ത് ഞാൻ സ്വതവേ ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് പുതിയ ജീവിതം, കുട്ടൻ എങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു കുട്ടേട്ടന് എപ്പോഴും ഒരു പടപെടാനുള്ള സംസാരമാണ്, ഒരു സ്നേഹത്തോടെ സംസാരിക്കില്ല സുനിലേട്ടൻ. ഞാൻ പറഞ്ഞു അവൻ അങ്ങനെ ഉണ്ടാവുള്ളൂ, അവന് സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടിയാണ്, അതൊക്കെ നീ വിചാരിച്ച് മാറ്റിയെടുക്കാന്നുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും സിനിമ സ്റ്റൈലിൽ നിന്നോട് സ്നേഹിക്കാൻ കഴിയുമോ? സുമ മനസ്സിലാക്കുക, അയാൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് സുമയോട്. സുമയോടൊപ്പം ജീവിക്കണം, ഒരിക്കലും ഒരു ഡൈവേഴ്സിന് അയാൾ തയ്യാറുമല്ല. പിന്നെ നിങ്ങൾ താൽക്കാലിക വിജയത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന ബന്ധത്തിനകത്ത് കാണുന്നില്ല, ഒരിക്കലും ഇല്ല. ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്ന് പറയുന്ന ഈ വീട്ടുകാരെല്ലാവരെയും അവരെ നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു തരത്തിലും നാത്തും പോരോ അല്ലെങ്കിൽ അമ്മായിയമ്മ പോരോ അതിനുള്ള ഒരു സാധ്യതകൾ ഇവിടെ ഇല്ല. തല്ലുകയും പിടിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവും അല്ല. അപ്പോൾ സുമ പറഞ്ഞിട്ടുള്ള സുമയുടെ ഈ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ അത് ക്രമേണ മാറും. അപരിചിതരായിട്ടുള്ള 2 നാട്ടിൽ ജീവിച്ച 2 പേര് തങ്ങളിൽ ഒരു കൂരയ്ക്ക് കീഴെ വരുമ്പോൾ കുറേശ്ശേലേ പറ്റുള്ളൂ. ഗ്രാജുവലായിട്ട് എല്ലാം ഹൃദയത്തിനകത്തുണ്ടാവും. അത് പ്രകടിപ്പിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അത് ചിലർക്ക് കുറച്ച് ലേറ്റായിട്ടേ പറ്റുള്ളൂ. പെട്ടെന്ന് ചിലർ ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് അങ്ങ് സൗഹൃദം ഉണ്ടാക്കും, വേഗം കൂട്ടുകാരെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ടാവും. പക്ഷെ ചിലർക്ക് ഇങ്ങനെ വളരെ കുറച്ച് സുഹൃത്തുക്കളെ കാണും, അതിലിഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്ത് അവരുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ സുമ ഉദ്ദേശിച്ച രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ മനസ്സിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ അത് പ്രകടിപ്പിക്കാനൊരു അവസരം അതിനുള്ള സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് മാത്രം പറയാം, ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ആ ബന്ധങ്ങൾക്കിടയിൽ മീഡിയേഷൻ്റെ പേരിൽ, ഒരു മധ്യസ്ഥത്തിൻ്റെ പേരിൽ കൂടുതൽ ആളുകൾ വരുന്തോറും അത് കുഴപ്പമാണ്. നമ്മുടെ അമ്മയായിക്കോട്ടെ, നമ്മുടെ അച്ഛനായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്കൊരു സ്ഥാനമുണ്ട്, വരേണ്ട ഒരു മാർജിനുണ്ട്. അതിനപ്പുറത്തോട്ട് കടന്നു വന്നാൽ പ്രശ്നമാകും എന്നുള്ളത് സുമ ഇനി മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളുടെ ഒരു സഹോദരിയുടെ ജീവിതവും അതും ഒരു പ്രശ്നത്തിരിക്കണം. അതിൻ്റെ കാര്യങ്ങൾ എന്തു തന്നെ ആയാലും നല്ല തീരുമാനങ്ങൾ എടുക്കുക, വഴക്കും പക്കാണോ ഉപേക്ഷിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറയണം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ആശംസകൾ നേരാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. ഇതിപ്പം കേസും കാര്യങ്ങളൊക്കെ ഇവിടെ ആ പേപ്പറുകളൊക്കെ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നിയമപരമായിട്ട് ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഉപദേശം തീർച്ചയായിട്ടും പാനലിൽ നിന്നുണ്ടാവും, കെൽസയുടെ സഹായവും ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നീതി കിട്ടേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഇന്നത്തെ ജീവിതം സാക്ഷി ഇങ്ങനെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിലൂടെ. നമസ്കാരം. വളരെ അറിയാൻ പാടില്ലാത്ത സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഞാൻ കേൾക്കാനിടയായത്. സ്വന്തം അണ്ണനാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, വേറൊരു പാസ്റ്ററാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടി.
അതിൽ കൂടെ ഈ കുട്ടിക്ക് ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു. വീട്ടിൽ വെച്ച് ടെറസിൻ്റെ മുകളിൽ ചാടി കയറുകയും കിണറ്റിൻ്റെ പുറത്ത് കയറുകയും വളരെ നീചമായിട്ട് അനുഭവിക്കാൻ പാടില്ലാത്ത ഒരു 10-40 വർഷം ജയിലിൽ കിടന്ന ഒരു പ്രതി അനുഭവിക്കുന്നേക്കാളും അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞ് 4 മാസമായെങ്കിലും ഒരു 1-2 ദിവസം അവിടെ പോയപ്പോൾ എന്നോട് കൂടെ പറയാണ്, ഇവിടെ വേസ്റ്റിനല്ലടാ നീ ചമക്കണേന്ന്. സ്വന്തം സഹോദരൻ. അപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത്, എന്തായാലും പിന്നെ ജിനുവിന് നല്ല അറിവും പരിചയവും ഒക്കെ ഉള്ള ഒരാളെന്നുള്ള സ്ഥിതിക്ക് ആ സ്വന്തം സഹോദരൻ വേസ്റ്റ് എന്ന് സ്വന്തം സഹോദരിയെ പറയണമെങ്കിൽ അവൻ എന്തായിരിക്കും ആള്? വിളിച്ചു വിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ എന്നെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് എണീറ്റ് പോകാൻ പറ്റില്ല. ചേട്ടനെ പിടിച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് എനിക്ക് എഴിച്ച് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാ സമയം അപ്പോൾ എനിക്ക് തലപ്പെരുപ്പ് വന്നപ്പോഴാണ് ഞാൻ തോന്നുന്നു വിളിച്ച് പറഞ്ഞ് അതിനെയാണ് പിടിച്ച് വച്ചിരുന്നത്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. വിളിക്കേണ്ട നമ്പർ 9847820096.